ഹലോ! എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു ഉച്ച തൊട്ടുള്ള വ്ലോഗാട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നെ. അതിനു മുന്നേ ഇന്നലത്തെ കാര്യം പറയാം. ഇന്നലെ ഞാൻ വോയിസ് ഓവറും അതുപോലെ വീഡിയോ അപ്ലോഡിങ്ങും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ 2 മണി എങ്ങാണ്ടായിട്ടുണ്ട് ട്ടോ. രാവിലെ പക്ഷേ എണീറ്റപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ രാവിലെ ബേബിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫീഡ് ചെയ്ത് ഞാനും ബേബിയുടെ കൂടെ അങ്ങ് കിടന്നുറങ്ങി കേട്ടോ. അപ്പു ആണെന്നുണ്ടെങ്കിൽ ശല്യപ്പെടുത്താനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂൻ്റെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഇന്ന് അപ്പു വിൻചേട്ടൻ്റെ കൂടെ മേലെ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10 മണിയെങ്ങാണ്ട് 10 മണിയുടെ മുന്നേ എങ്ങാണ്ട് കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 1 മണി വരെ നല്ലൊരു ഉറക്കം കിട്ടി ട്ടോ. ബേബിയും ആ സെയിം ഉറക്കം നന്നായിട്ട് ആളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒന്നരാട ഉറക്കത്തിൻ്റെ ആളാണെന്ന്. ഇന്നലെ അതിന് വേണ്ടിയിട്ടൊരു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എണീക്കുന്നൊരു ഡേ ആയിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്ക ദിവസമാണ് കേട്ടോ. അപ്പോൾ അപ്പു ഇതുപോലെ തന്നെയാണ്. അപ്പു ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വിനിച്ചേട്ടൻ എൻ്റെ താഴെ കൊടുന്ന് കിടത്തിയത് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഉറക്കം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അപ്പു വീണ്ടും അവിടെ വീണ്ടും കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഇത് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി വറ്റിച്ചതുണ്ട്, പിന്നെ കടച്ചക്ക തോരനുണ്ട്, പിന്നെ ഒരു യോഗട്ട്, ഒരു കുഞ്ഞി പോർഷൻ യോഗട്ടും ഉണ്ട്. പിന്നെ ഗൈസ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ കണ്ണ ബേബിയുടെ പേര് ചെറുതായിട്ട് നമ്മളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. റിയൽ നെയിം സ്കൈ തന്നെയാണ്. പക്ഷേ വീട്ടിൽ വിളിക്കാൻ നമുക്ക് വേറൊരു പേരും കണ്ടെത്താത്തത് കൊണ്ടാണ് നമ്മളന്ന് കണ്ണ വിളിച്ചത് കേട്ടോ. പക്ഷേ 90 നമ്മൾ എന്തെങ്കിലും ഒരു പേര് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ വിനിച്ചേട്ടൻ റിച്ചു എന്നുള്ളൊരു പേര് കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്കിഷ്ടമായി, അപ്പൂനും ഇഷ്ടമായി, ജിമ്പൂനും ഇഷ്ടമായി, അമ്മയ്ക്കും ഇഷ്ടമായി. അങ്ങനെ കുറച്ചധികം പേർക്കൊക്കെ ഇഷ്ടമായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. റിച്ചു എന്നാണോ അതോ കണ്ണൻ എന്നാണോ ഏറ്റവും ആൾക്ക് സ്യൂട്ടാവുന്നത് എന്നുള്ളത് കേട്ടോ. എന്തായാലും 90ൻ്റെ അന്ന് എന്തായാലും നമുക്കത് കറക്റ്റ് ഫിക്സ് ചെയ്യണം. കാരണം അത് കഴിഞ്ഞിട്ടും കാരണം ഇപ്പം തന്നെ കണ്ണൻ എന്ന് വിളിക്കുമ്പോൾ ആൾ കറക്റ്റ് നോക്കുന്നുണ്ട്. റിച്ചു എന്ന് വിളിക്കുമ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് ആൾ റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഒന്ന് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞേക്കണം കേട്ടോ. അതിനിടയ്ക്ക് ഇതേ നമ്മളെ ബേബി എണീച്ചിട്ടുണ്ട്. അപ്പോൾ വിനിച്ചേട്ടൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം ആൾ വേഗം ഓടി പോയി ബേബീനെ എടുത്തു കേട്ടോ. അപ്പോൾ അത് അപ്പു കുറച്ചിങ്ങനെ ഇടംബലം ഒക്കെ ആയിട്ടിരിക്കുവാണ്. കുറച്ച് കരയണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അപ്പൂസിനെ ചിരിപ്പിക്കാനായിട്ട് വിനിച്ചേട്ടത് കുഞ്ഞ് ബേബീനെ അപ്പൂൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ വലിയ മൂടൊന്നുമില്ല. അപ്പോൾ എന്തായാലും വിനിച്ചേട്ടൻ കുറച്ച് നേരം ഇങ്ങനെ എടുത്തിരുന്നു. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടച്ചക്ക തോരൻ. വിനിച്ചേട്ടനും ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടച്ചക്ക. ഇവിടെ കൊത്തുമുളകൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വീട്ടിലെന്ന് പറയുമ്പം ഈ കടുക് ഒക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റാണ് ഈ കൊത്തുമുളക് പ്രയോഗം. അങ്ങനെ ദേ അപ്പുക്കുട്ടൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇന്ന്. അപ്പം ഇന്നലെ ഒരു വെട്ട് കേക്ക് നമ്മൾ ചെത്തല്ലൂരിൽ നിന്ന് കുറച്ച് വെട്ട് കേക്ക് പപ്പം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പം ഇന്നലെ കഴിച്ച സാധനം എന്നും പറഞ്ഞിട്ട് വമ്പൻ അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് യോഗട്ടിൽ മിക്സ് ചെയ്തിട്ട് ആൾ കുറച്ച് വെട്ട് കേക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ ഒരു ചാർജ് കിട്ടിയ പോലെയായി. പിന്നെ ഇതപ്പോഴത്തെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ തുണി മടക്കി വെച്ചത് ഫുള്ള് എടുത്ത് മടക്ക് ഇതൊക്കെ ഫുള്ള് വിരിച്ചിടുക, അതുപോലെ അതിൽ കയറി നടക്കുക, അങ്ങനെ നല്ല പരിപാടികളാണ് കേട്ടോ പപ്പൂസൻ. അപ്പോൾ ചെയ്യേണ്ട അപ്പു എന്ന് പറയുമ്പം ഞാൻ ചെയ്യും, ഞാൻ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞാൽ നല്ല ചിരിയാണ് കേട്ടോ ആൾക്ക്. പിന്നെ എന്താ പറയുക, ജിമ്പൂനൊക്കെ ആയിരുന്നു ഈ സമയത്ത് വെച്ചിങ്ങനെ നല്ല പെട വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എൻ്റെ മൈൻഡും എൻ്റെ സ്വഭാവങ്ങളിലൊക്കെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ടപ്പേ 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 എന്നൊക്കെ ഇട്ടു കേട്ടോ. അപ്പൂനെ ശരിക്കും ഞാൻ അപ്പൂന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നിമിഷം വരെ ഏകദേശം എനിക്കൊരു 2-3 അടി അത്ര ഇതുവരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ജിമ്പൂനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ എൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ മൈൻഡിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം തോന്നുന്നുണ്ട് കേട്ടോ. ഈ റിനോവേഷനും ബാക്കി കാര്യങ്ങളും നടക്കുന്നുണ്ടോയെന്നറിയില്ല. അങ്ങനെ കൂടുതൽ പണി ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ഹെൽപ്പിനായിട്ട് ഒരു ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ. ആൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോവും, കുറച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്ത് പോവും കിച്ചൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയാകുമ്പം ഒന്നും കൂടെ വരും. അപ്പോൾ ഫുഡും പിന്നെ ബാക്കി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ആൾ തന്നെ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള ഭാഗം നമുക്കിപ്പോൾ ഇല്ല. കാരണം മിക്ക റൂമുകളിലും ഒക്കെ സാധനങ്ങളാണ്. നമ്മളിപ്പോൾ കിടക്കുന്ന റൂമിൽ മാത്രമാണ് കുറച്ച് സാധനങ്ങൾ കുറവുള്ളത് കേട്ടോ. പിന്നെ ഈ കട്ടിലിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് നിറച്ച്. അതുപോലെ നമ്മൾ ഡെയിലി ഇട്ട ഡ്രസ്സുകൾ വാഷ് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെയൊക്കെ ഇടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ടുള്ള പണികളൊന്നുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു 10 വർഷം
മുന്നേ ആട്ടോ നമ്മൾ വീടുണ്ടാക്കിയത്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ വീട് റിനോവേഷൻ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ഞാൻ ശരിക്കും ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ഈ പരിപാടികളൊക്കെ ചെയ്ത് തീർത്തിട്ട് പോകണമെന്ന് വിചാരിച്ചതാ കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒന്ന്, നടക്കുന്നതൊന്ന്. അതൊന്നും നടന്നില്ല. ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ ഒരു 3, 4 മാസം മുന്നേ തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. ഫിനാൻഷ്യലി നടന്നില്ല. അതുപോലെ തന്നെ കാരണം ഡെലിവറി, അത് കഴിഞ്ഞിട്ട് 28 ഗോൾഡ് എടുക്കൽ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാട്ടോ കുറേ കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുക, റൂംസിലെ കബോർഡ്സുകൾ ചേഞ്ച് ചെയ്യൽ, അതുപോലെ കിച്ചൺ റിനോവേഷൻ ഒക്കെ സ്റ്റിൽ പ്രോസസ്സിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇപ്പം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പുകയാണ്. എന്തായാലും 90 14-ാം തീയതിയാണ്. അപ്പോഴേക്കും എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനത്തെ 3 മണിയായിട്ടുണ്ട്. നമ്മൾ ജിംബ് ചേച്ചി എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ ടൈം ആകുമ്പോൾ ഞാനതിങ്ങനെ വിൻഡോയിലൂടെ നോക്കും. അപ്പോൾ ബസ് വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, നേരെ സിറ്റ് ഔട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി നോക്കും. ബസ്സിൽ ചേച്ചി നോക്കി കഴിഞ്ഞാൽ നേരെ സിറ്റ് ഔട്ടിലേക്ക് കാണും കേട്ടോ. അപ്പോൾ ഇറക്കി വിടും. കഴിഞ്ഞ വർഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല, ജിംബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അവിടെ ബസ്സിൻ്റെ അവിടെ തന്നെ പോയി, ബസ് നിർത്തുന്നതിൻ്റെ അവിടെ തന്നെ പോയി വെയിറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ആശയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2 പേരും ഒരുമിച്ച് അവർ വിടും. ഇവിടുന്ന് ജസ്റ്റ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇറക്കി വിടും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ജിംബു ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വിനിച്ചേട്ടൻ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ചിങ്ങനെ ആംഗിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിനിച്ചേട്ടന് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു വ്യൂ ഓഫ് ആംഗിൾസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ന്യൂ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ അലമ്പ് അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷേ എങ്കിലും അത്ര ഇഷ്ടമാവുന്നില്ല എന്നുള്ളത് എൻ്റെ മീൻസ് എന്താ പറയുക, ചേട്ടൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും, അല്ലേ? ഈ ഉച്ച സമയത്ത് നമുക്ക് സിറ്റ് ഔട്ടിലിരിക്കാനായിട്ട് ഭയങ്കര ഉഷ്ണമാണ് കേട്ടോ. പക്ഷേ മുന്തിരിവള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ക്യാമറയും സ്റ്റാൻഡും ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ പറഞ്ഞു അമ്മ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബേബീനെ അമ്മ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ജിംബു വരുന്നത് നോക്കിയിട്ട് അപ്പൂനെ നോക്കി അവിടെ റോഡിൻ്റെ അവിടെ വരെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ പറ്റുന്നില്ല കേട്ടോ. അത്രയും ഹെവി വെയിലാണ്. അപ്പോൾ അപ്പൂനെയും വെയിലത്ത് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചിട്ട് അപ്പൂനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. 3 മണി ഒക്കെ ആകുമ്പോൾ ആൾ എത്തണതാണ് ജിംബു. പക്ഷേ ഇപ്പോൾ ഒരു 3:15 ഒക്കെ ഏകദേശം ആവുന്നുണ്ട് കേട്ടോ ബസ്. പതിയെ 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 വാലൈക്കും അസ്സലാം. ഓ അങ്ങനത്തെ നമ്മൾ ജിംബു ചേച്ചി എത്തിയിട്ടുണ്ട്. ആൾ വന്നപ്പോൾ തന്നെ ഒരു പെപ്സിയുടെ ബോട്ടിലിൻ്റെ ഒരു കുഞ്ഞി കവറിൻ്റെ ഒരു പീസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ വിചാരം ഞങ്ങൾ കഴിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു നോട്ടമാണ് കേട്ടോ, ആ നോട്ടം. അപ്പം ഇന്നും സ്ഥിരം ചോദ്യമുണ്ട്, അമ്മ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ പുതിയ ഡ്രസ്സാണ് ഞാൻ ഇട്ട് നടക്കുന്നത്. കാരണം പണ്ടത്തെ ഡ്രസ്സുകളൊന്നും പാകമാവുന്നില്ല കേട്ടോ. വിനിച്ചേട്ടൻ്റെ ടീഷർട്ട്സാണ് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അപ്പൂനെ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതിലും നിൽക്കുന്നില്ല കേട്ടോ. 68 കിലോ ആയിട്ടോ ഞാനിപ്പോൾ. ഞാൻ പോരുന്നതിന് മുന്നെയാണ് വെയിറ്റ് നോക്കിയത്. 68 ആയിട്ടുണ്ട് ഗൈസ്. ഞാനിതൊക്കെ എങ്ങനെ കുറച്ചെടുക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ 3 ദിവസം ഹോളിഡേയ്സ് ആണ് ഇനി. കാരണം നാളെ ഇതിൻ്റെ അവധിയുണ്ട് അവർക്ക്. പിന്നെ സാറ്റർഡേ സൺഡേ ഓൾറെഡി ലീവാണല്ലോ. അങ്ങനെ 3 ദിവസം ജിംബുക്കുട്ടനൊക്കെ ലീവും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ മൺഡേ സ്കൂളിലേക്ക് പോകുമ്പം അറിയാം എങ്ങനെയുണ്ട് മടി എന്നുള്ളത്. കാരണം ഇന്ന് രാവിലെ ഒരു കുഞ്ഞിതായിട്ട് മടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവളതിലങ്ങ് വീണു കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം നല്ല കരച്ചിലും ബഹളമൊക്കെ ആയേനെ. ആൾ LKG UKGയിലായിരുന്ന സമയത്ത് ഒരു ദിവസം പോലും കരയാതെ പോയിട്ടില്ല കേട്ടോ. അത്രയും വമ്പൻ വാശി പിടിച്ചിട്ട് കരഞ്ഞ ദിവസങ്ങളായിരുന്നു LKG UKG ഡേയ്സൊക്കെ. പക്ഷേ 1ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നല്ല ബെറ്ററായി കേട്ടോ. ആൾ തന്നെ ഒറ്റയ്ക്ക് റെഡിയായി നല്ല കുട്ടിയായിട്ട് സ്കൂളിലേക്ക് പോകായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് നല്ല കളിയൊക്കെയാണല്ലോ. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് അത്യാവശ്യം കുറച്ചൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൺഡേ കാത്തിരുന്ന് കാണാം കേട്ടോ. ആളും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ശോകമുഖമായിരിക്കും. കാരണം ബേബി ഒരു സൈഡിൽ, അപ്പു ഒരു സൈഡിൽ, ജിംബു ഒരു സൈഡിൽ. എന്തൊക്കെ ചെയ്യും. പക്ഷേ വിനിച്ചേട്ടനുള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. വിനിച്ചേട്ടന് ഈ മന്ത് വർക്കുകൾ കുറവാണ്. പിന്നെ നെക്സ്റ്റ് മന്ത് വർക്കുകളേ ഇല്ല. അപ്പോൾ അതുകൊണ്ട്
ബിൻചേട്ടനുള്ളതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. പിന്നെ അമ്മയുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഇവർ അലമ്പ് കേസുകളാണ് കേട്ടോ. അമ്മയുടെ അടുത്തൊന്നും ഇവരെ കാര്യങ്ങളൊന്നും വില പോവില്ല. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് വലിയ കാര്യമില്ല. പക്ഷേ പണികളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് അമ്മ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ കരഞ്ഞ് വാശി പിടിച്ചിരുന്ന് കഴിഞ്ഞാലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഇവരുടെ അടുത്ത്. അപ്പൂസിനിപ്പോൾ സൈക്കിൾ നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആദ്യം ഫുള്ള് റൗണ്ടായിരുന്നു. സൈക്കിൾ ഫുള്ള് റൗണ്ടാക്കിയിട്ട് ആൾക്ക് ഓടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉള്ളിലൂടെയൊക്കെ ഓടിച്ച് നടക്കും കേട്ടോ. ജിംബു വന്ന് കഴിഞ്ഞിട്ട് ജിംബുവിന് ഞാൻ കുറച്ച് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് ഒരു സൈഡിൽ വെക്കുക, ടിഫിൻ ബോക്സ് കിച്ചണിൽ കൊണ്ടുവയ്ക്കുക, ലഞ്ച് ബാഗ് റൂമിൽ കൊണ്ടുവയ്ക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ. ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വയ്ക്കാൻ ഉള്ളൊരു സ്പേസും കാര്യങ്ങളും ആൾക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം റെഡി ആയിട്ട് വേണം ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം ഈ ഒരു പ്രായത്തിൽ ഈ സംഭവങ്ങളൊക്കെ കറക്റ്റ് അടുക്കും ചിട്ടോടുകൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അവർ വലുതാകുമ്പോഴും ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഈ ഒരു ടോയ് ഉണ്ടല്ലോ, അത് ചിഞ്ചുവിൻ്റെ അച്ഛൻ എബ്രോഡിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാന്ന് തോന്നുന്നുണ്ട്. നാട്ടിൽ നിന്നല്ല, ഖത്തറിൽ നിന്ന് എങ്ങാണ്ട് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോയാണ്. കാരണം അതിലൊരു ട്രെയിനിൻ്റെ ആയിട്ടുള്ളൊരു ടോയാണ് കേട്ടോ. അപ്പം ഇതിലിങ്ങനെ ട്രെയിനിൻ്റെ ബോഗീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കയറ്റി 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 വയ്ക്കും. അപ്പോൾ ട്രെയിൻ പോലെ ആയിട്ട് വെക്കും. എന്നിട്ട് ഒരു കയറുണ്ട്, ജിംബു പണ്ടെങ്ങാണ്ട് കെട്ടി വെച്ചതാണ്. ഇപ്പോഴും സ്റ്റിൽ ആ കയർ അതുമ്മിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് വലിച്ചിങ്ങനെ നടക്കും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പം ഇന്നലെ ഞാൻ ഈ ഒരു ബ്ലോക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ കളിച്ച് നടക്കണമെന്ന് വെച്ചിട്ട്, കാരണം അപ്പൂന് ഭയങ്കര ബോറടിയാണ് ജിംബു പോയി കഴിഞ്ഞാൽ. അപ്പം അപ്പൂ ബോറടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് വേണം എന്നൊക്കെ പറഞ്ഞ് വമ്പൻ അലമ്പാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പൂൻ്റെ ബോറടി മാറ്റാനായിട്ട് എടുത്തു കൊടുത്താണ്. അപ്പൂന് ഈ ഇങ്ങനെ ബ്ലോക്കുകൾ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ജിംബു അതിനേക്കാൾ വലിയ കുഞ്ഞിക്കുട്ടിയായി. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല, അപ്പവും ജിംബുവും കൂടെ അത്ര വലുതായിട്ട് വഴക്കിട്ടില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജിംബു ഇത് വെക്കും, അപ്പു തട്ടും. വല്ലാത്ത വഴക്കാണ് കേട്ടോ ഈ ഒരു സംഭവം. എന്ത് വെച്ച് കഴിഞ്ഞാലും അപ്പോൾ ഠേ 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇട്ട് തട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിംബു കിടന്ന് അലറും. അപ്പം ഞാൻ ദേഷ്യപ്പെടും. ഇപ്പം പക്ഷേ എൻ്റെ ദേഷ്യപ്പെടലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾ ചക്ക മുറിച്ച ദിവസമാണ് കേട്ടോ. ഞാൻ ചെത്തലൂരിൽ നിന്ന് പോരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അത്യാവശ്യം ചക്കയും മാങ്ങയൊക്കെ അവിടെ നിന്ന് ഇഷ്ടം പോലെ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു. കാരണം നമ്മളിവിടെ ചെമ്മാപ്പള്ളിയിൽ അങ്ങനെ വലിയ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ചെടികൾ മാത്രമേ ഉള്ളൂ. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ചാഴൂർ വീട്ടിൽ കുറച്ചൊക്കെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ചക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുന്നേ അമ്മ ചക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചാഴൂർ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീട് അവിടെയാണ് കേട്ടോ. അങ്ങനെ കല്യാണത്തിൻ്റെ സമയത്താണ് നമ്മൾ ചെമ്മാപ്പള്ളിയിൽ വീട് വാങ്ങിച്ചത്. അപ്പം ഇപ്പോഴും ആ വീട് സ്റ്റില്ലുണ്ട്. പക്ഷെ അവിടെ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചക്ക ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ പരിപാടിയാണ് കേട്ടോ അപ്പൂൻ്റെ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് പോയി തട്ടും. അപ്പോൾ പറഞ്ഞു വന്നത് ചക്കയുടെ കാര്യമാണല്ലേ. അങ്ങനെ ഞങ്ങളന്ന് ചക്ക മുറിച്ചു. അങ്ങനെ കുറേ ചക്ക കഴിച്ചു കേട്ടോ. അത്ര നല്ല മധുരമില്ല, പക്ഷേ കഴിക്കാനുള്ളൊരു മധുരമാണ് കേട്ടോ. നല്ല ഓവറായിട്ടുള്ള ഒരു തേൻ വരിക്ക പോലുള്ള ഒരു ടൈപ്പുള്ള ചക്കയല്ല, ഒരു നോർമൽ മധുരം. പിന്നെന്ത് ഞങ്ങൾക്കൊരു അൺബോക്സിങ് വീഡിയോ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോൾ ഇവരാദ്യം അവർ തന്നെ തുറക്കാമെന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യണം, പക്ഷെ നടന്നില്ല കേട്ടോ. അങ്ങനെ ആഷിക്കുട്ടൻ എത്തിയിട്ടുണ്ട്. ആഷി ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ നമ്മൾ അങ്ങോട്ട് കളിക്കാനൊക്കെ പോകുന്ന കേട്ടോ പതിവ്. പക്ഷേ ഇപ്പോൾ ആളെന്താണെന്ന് അറിയില്ല, ബോറടിച്ചിട്ടാണ് തോന്നുന്നത് കേട്ടോ. സ്കൂളിൽ നിന്ന് എത്തിക്കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ആളിവിടെ എത്തും കേട്ടോ. ഇവർ അപ്പൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആഷീനെ. ജിംബു ആഷി എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ തല്ലുകൂടൊക്കെ ചെയ്യും. പക്ഷേ അപ്പൂന് ആഷീനെ ഭയങ്കര ഇഷ്ടമാണ്, ആഷിക്ക് അപ്പൂനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ബേബീനെ അതുപോലെ അവൻ നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളുണ്ടെന്ന് അൺബോക്സിങ് ചെയ്യാനായിട്ട് ആളെപ്പോഴും പറയും കേട്ടോ, ചേച്ചി വ്ളോഗ് എടുക്കുമ്പോൾ എന്നെയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അതുപോലെ അവൻ ഇന്നലെ എന്നോട് ആഷി പറയുകയാണ് എന്നോട്, സുഗനേച്ചി എനിക്കിപ്പോൾ നിങ്ങളെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ടി വിയുടെ റിമോട്ട് കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ലാപ്പിൽ കുറച്ച് നേരം 1-2 വീഡിയോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കേട്ടോ. അപ്പം ഞാനൊന്ന് റിമോട്ടിൻ്റെ ബാറ്ററി വാങ്ങിച്ചു കൊടുക്കണോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ മൈമുനത്ത് ഇനി ബാറ്ററി അഴിച്ചു വെച്ചതാണോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിതേ ബോക്സ് അൺബോക്സ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജറാണ് കേട്ടോ. സോറി, ചാർജറല്ല, പവർ ബാങ്ക് ആണ് കേട്ടോ.
ഇത് സംഭവം അടിപൊളിയാട്ടോ. ഞാൻ ശരിക്കും ഇൻസ്റ്റാഗ്രാമിലാണ് തോന്നുന്നുണ്ട് ട്ടോ ഇത് കണ്ടത്. അതോ ബിനിച്ചേട്ടൻ അയച്ചതാണോന്ന് എനിക്കറിയില്ല. അടിപൊളിയാട്ടോ. ഇത് ഒരുമിച്ചാണ് ഈ ഒരു കോംബോ പാക്കായിട്ട് വരും ട്ടോ. ജസ്റ്റ് ലൈക്ക് ക്യാമറയുടെ പോലെയാണ്. നമ്മൾ ജസ്റ്റ് ഫോണിൻ്റെ ബാക്കിൽ ഇത് ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി. മാഗ്നറ്റിക് ആണ് ട്ടോ. അപ്പോൾ ജസ്റ്റ് ടച്ച് ആകുമ്പം അതങ്ങ് ഒട്ടിയിരിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ചാർജ് കയറും. കേബിൾ വേണ്ട. പക്ഷേ അതിൽ തന്നെ കേബിളിൽ കണക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. പക്ഷേ അതിലാവുമ്പം ഒന്നുകൂടെ പെട്ടെന്ന് ചാർജ് കയറും കേട്ടോ. മറ്റേത് ജസ്റ്റ് മാഗ്നറ്റിക് ജസ്റ്റ് ഫോണിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ചാർജർ കേബിളിലൂടെ ചെയ്യണ സമയത്താണ് കുറച്ചുകൂടെ കൂടുതൽ ചാർജ് കയറുന്നത് മാത്രം. കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ അതിൻ്റെ പ്രൊഡക്റ്റിന് താരം നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അത് യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എന്താ പറയുക, പവർ ബാങ്കും ഫോണും യൂസ് ചെയ്യാനായിട്ട് ഒരുമിച്ച് പിടിക്കാനായിട്ട് പറ്റില്ല. കാരണം നല്ല വെയിറ്റാണ് കേട്ടോ. വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നന്നായിട്ട്. പക്ഷേ എങ്കിലും നല്ല സുഖമല്ലേ. കാരണം ചാർജർ തപ്പിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, ചാർജറിൻ്റെ അടുത്ത് പോയി ഇരിക്കണ്ട. അതൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. പക്ഷേ നോക്കട്ടെ, ഇന്നിപ്പോൾ കിട്ടിയല്ലേ ഉള്ളൂ. നാളെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നാളെ ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല. ഞാനൊരു കുഞ്ഞൊരു ഡേ മൈ ലൈഫ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തിരക്കിനിടയിൽ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെയിലി ഒരു 11 മണിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. എന്താ പറയുക, നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ.